നമസ്തേ സർവോദയം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും. ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഒന്നുമില്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രജനി ഹാസ് 3 necklaces and 3 pairs of earrings of green, blue and red stones. In what all different ways can she wear them? What is the probability of her wearing the necklace and earring of the same color of different colors? എന്താ പറഞ്ഞിരിക്കുന്നത്? രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതികളിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? വ്യത്യസ്ത നിറമുള്ളതോ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ രജനിക്ക് 3 മാലയുണ്ട്, 3 കമ്മലുണ്ട്. 3ഉം വ്യത്യസ്ത കളറുകളാണ്. ഏതൊക്കെ കളറാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എത്രയൊക്കെ വ്യത്യസ്ത രീതിയിൽ രജനിക്ക് ഇത് അണിയാൻ കഴിയും? ഒന്ന്, റെഡ് കമ്മലിടുമ്പോൾ റെഡ് മാലയിടാം, റെഡ് കമ്മലിടുമ്പോൾ ബ്ലൂ മാലയിടാം, റെഡ് കമ്മലിടുമ്പോൾ ഗ്രീൻ മാല ഇടാം. ഇതുപോലെ നമുക്ക് കമ്മലിനി മാറ്റാം. റെഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം? ബ്ലൂ കമ്മലാക്കാം. അപ്പോഴും നമുക്ക് 3 തരത്തിൽ അണിയാൻ സാധിക്കും. ബ്ലൂ കമ്മൽ മാറ്റിയിട്ട് ഗ്രീൻ കമ്മലിടാം. അപ്പോഴും നമുക്ക് 3 തരത്തിൽ അണിയാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ നമുക്ക് നെക്ലസും മാലയും വ്യത്യസ്ത തരത്തിൽ എത്ര തരത്തിലാണ് നമുക്ക് അണിയാൻ കഴിയുക? 9 തരത്തിൽ. രജനി ക്യാൻ വിയർ നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഇൻ 9 ways. പെയേഴ്സ് ഓഫ് നെക്ലസ് ആൻഡ് ഇയറിംഗ് ബീയിങ് സെയിം കളേഴ്സ്. ഇനി ഒരേ കളറ് എന്നുവെച്ചാൽ കമ്മൽ പച്ചയാണെങ്കിൽ മാല പച്ച, കമ്മൽ എന്താ പറയുക ബ്ലൂ ആണെങ്കിൽ മാല ബ്ലൂ, കമ്മൽ റെഡ് ആണെങ്കിൽ മാല റെഡ്. അങ്ങനെ വരാനുള്ള സാധ്യത എത്രയാണ്? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഗ്രീൻ ഗ്രീൻ അല്ലേ, റെഡ് റെഡ്, ബ്ലൂ ബ്ലൂ. അപ്പോൾ എത്രയാണ് വരിക? 3 തരത്തിൽ അല്ലേ. ഒരേപോലെ അണിഞ്ഞു പോകാനുള്ള സാധ്യത 3 തരത്തിലാണ്. 3 അല്ലേ, 3 ഡിഫറെൻറ്റ് വേസിലാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് സെയിം കളർ, ഒരേപോലത്തെ കളറ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/9. ആകെ പോസിബിലിറ്റി 9 ways ആണ്. അതിൽ 3 ways ആണ് ഒരുപോലെ അണിയാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3/9 ആണ് പ്രോബബിലിറ്റി ഓഫ് സെയിം കളർ, ഒരേ കളറ് വരാനുള്ള സാധ്യത. 3/9 ചെറുതാക്കുമ്പോൾ എന്ത് വരും? 1/3. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വ്യത്യസ്ത കളറുകളിൽ അണിയാനുള്ള സാധ്യതയാണ്. പെയേഴ്സ് ഓഫ് ബോത്ത് ബീയിങ് ഡിഫറെൻറ്റ് കളേഴ്സ്. വ്യത്യസ്ത നിറമുള്ള മാലയും കമ്മലും അണിയുന്ന ജോഡികൾ. ഗ്രീൻ ബ്ലൂ, ഗ്രീൻ റെഡ്, ബ്ലൂ ഗ്രീൻ, ബ്ലൂ റെഡ്. പിന്നെ റെഡ് ഗ്രീൻ, റെഡ് ബ്ലൂ. അങ്ങനെ 6 ways ആണ് വ്യത്യസ്തമായിട്ട് മാലയും കമ്മലും വ്യത്യസ്ത കളറുകളായിട്ട് വരാനുള്ള സാധ്യത. അപ്പോൾ therefore probability of both being different colors എങ്ങനെയാണ്? 6/9. 6 വ്യത്യസ്ത തരത്തിലാണ് വരിക. അപ്പോൾ 6 ആകെ വരുന്നത് 9 ആണ്. അപ്പോൾ 6/9 എന്ന് എഴുതാം. 6/9 ചെറുതാക്കി എഴുതുമ്പോൾ 2/3 എന്ന് എഴുതാം. ഇത് മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ് കേട്ടോ. അടുത്ത പ്രോബ്ലം നോക്കൂ. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, what is the probability of the sum of numbers being odd? What is the probability of the sum being even? എന്താ പറയുന്നത് നോക്കാം. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? തുക ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ എന്താണ്? നമ്മുടെ കയ്യിൽ 1 മുതൽ 4 വരെ എഴുതിയ ഓരോ കടലാസ് ഉണ്ട്. അത് നമ്മൾ ആദ്യത്തെ പെട്ടിയിൽ ഇട്ട് വെച്ചു.
ഇനി 1, 2 എന്നീ 2 സംഖ്യകൾ എഴുതിയ കടലാസ് നമ്മൾ രണ്ടാമത്തെ പെട്ടിയിൽ ഇട്ടു. ഇനി നമുക്ക് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ എടുക്കാം? ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 തന്നെ എടുക്കാം. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 2 വരാം. പിന്നെ 1-ന് വേറെ ചാൻസ് ഇല്ല അല്ലേ? അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 2 കിട്ടണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 വരാം. അപ്പോൾ എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വേസ് നമുക്ക് വരാം? ആകെ എത്ര വരാം? 1, 1, 1, 2, 2, 1, 2, 2, 3, 1, 3, 2, 4, 1, 4, 2. ഇങ്ങനെയല്ലേ ഡിഫറെൻറ്റ് വേസ് നമുക്ക് വരാൻ? അപ്പോൾ പോസിബിൾ നമ്പർ പെയേഴ്സ് if one number is taken from each 1 1 1 2 2 1 2 2 3 1 3 2 4 1 4 2. Sum of these pairs. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൻ്റെ സം വച്ചിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഡ് നമ്പർ ആവാനുള്ള സാധ്യത, സം ഈവൻ നമ്പർ ആവാനുള്ള സാധ്യത. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സം ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. ആദ്യത്തെ പെയറിൻ്റെ സം എന്താണ്? 1 + 1 2. അടുത്ത പെയറിൻ്റെ സം എത്രയാണ്? 1 + 2 3. അടുത്ത പെയർ 2 + 1 3. അടുത്ത പെയറിൻ്റെ സം 2 + 2 4. അടുത്ത പെയറിൻ്റെ സം 3 + 1 4. അടുത്ത പെയർ 3 + 2 5. 4 + 1 5. 4 + 2 6. അപ്പോൾ നമുക്ക് സംസ് എങ്ങനെയൊക്കെ വരാം? 2 വരാം, 3 വരാം, 3 വരാം, 4 വരാം, 4 വരാം, 5 വരാം, 5 വരാം, 6 വരാം. ഇങ്ങനെയൊക്കെ വരാം നമുക്ക് സമ്മുകൾ. അപ്പോൾ അതിൽ 2 എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. 3 5 ഒക്കെ എന്താണ്? ഓഡ് നമ്പറാണ്. അത് നമുക്കറിയാം. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓഡ്. ഇനി ഓരോ പെയേഴ്സിലെ നമ്പേഴ്സിൻ്റെ സം ഓഡാവാം. ഏതൊക്കെ? എത്ര തരത്തിൽ ഓടായത്? എത്ര പെയേഴ്സിൻ്റെ സം ഓടായി? 4 പെയേഴ്സിൻ്റെ സമ്മാണ് ഓടായത്. ദെർഫോർ പ്രോബബിലിറ്റി 4/8. ആകെ എത്ര പെയർ കിട്ടി? 8 പെയർ. അതിൽ 4 പെയറിൻ്റെ സം ഓടായി. അപ്പോൾ ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സം ഓഡ് നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി സം ഒറ്റ സംഖ്യ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 4/8 എന്ന് പറഞ്ഞാൽ 1/2. ഇനി നമ്പർ ഓഫ് സം ഓഫ് നമ്പേഴ്സ് ബീയിങ് ഈവൺ എന്ന് പറഞ്ഞാൽ എത്ര പെയേഴ്സിൻ്റെ സമ്മാണ് ഈവൺ വന്നിരിക്കണേന്ന്. എത്ര പെയേഴ്സിൻ്റെ സമ്മാണ് ഈവൺ വന്നേക്കണേ? 4 പെയേഴ്സിൻ്റെ തന്നെ സമ്മാണ് ഈവൺ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി, അതിൻ്റെ പ്രോബബിലിറ്റി സം ഒരു ഈവൺ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/8 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1/2. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കാണ്. മനസ്സിലായില്ലേ? അടുത്ത പ്രോബ്ലം നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 സ്ലിപ്സ് numbered 1 2 3 4 and another contains 3 slips numbered 1 2 3. If one slip is taken from each, what is the probability of the product being odd? ഇവിടെ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞേക്കണത്. നേരത്തെ നമ്മൾ സമ്മാണ് പറഞ്ഞേക്കണത്. The probability of the product being even. നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആദ്യത്തെ ബോക്സിൽ ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 3 എന്നെഴുതിയ 3 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? അതുപോലെ ഗുണനഫലം ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2 പെട്ടിയുണ്ട്. ആദ്യത്തെ പെട്ടിയിൽ 1 മുതൽ 4 വരെ നമ്പറുകളാണ് എഴുതിയിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പെട്ടിയിൽ 1 മുതൽ 3 വരെയുള്ള നമ്പറുകളാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആകെ വരാവുന്ന പെയേഴ്സ് 2 പെട്ടിയിൽ നിന്ന് നമ്മൾ ഓരോ കടലാസ് കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ വരാം? ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 1, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1, അങ്ങനെ. അപ്പോൾ നോക്കാം. 1 1 വരാം, 1 2 വരാം, 1 3 വരാം. പിന്നെ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 2 വരാം, 2 1 വരാം, 2 2 വരാം, 2 3 വരാം. പിന്നെ 3 1 വരാം, 3 2 വരാം, 3 3 വരാം.
4 1 വരാം, 4 2 വരാം, 4 3 വരാം. എന്താ 4 വരെ വരാനുള്ള കാരണം? ആദ്യത്തെ പെട്ടിയിൽ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പെട്ടിയിൽ 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ പെയേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് വെക്കുക. എന്നാലാണ് എത്ര പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഈവനാണ്, എത്ര പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഓഡാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് 1 × 1 1, 1 × 2 2, 1 × 3 3, 2 × 1 2, 2 × 2 4, 2 × 3 6, 3 × 1 3, 3 × 2 6, 3 × 3 9, 4 × 1 4, 4 × 2 8, 4 × 3 12. ഇതൊക്കെയാണ് ഇതിന് വരാവുന്ന പ്രൊഡക്റ്റുകൾ. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാം അല്ലേ. അപ്പോൾ പ്രൊഡക്റ്റ് ബീയിങ് ഓഡ് എത്ര പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഓഡ് നമ്പർ വന്നേക്കണത്? 4 പെയേഴ്സിൻ്റെ അല്ലേ. ദെർഫോർ പ്രോബബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ബീയിങ് ഓഡ് വെച്ചാൽ ഒറ്റ സംഖ്യ വരാനുള്ള എത്ര പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഒറ്റ സംഖ്യ വന്നത്? 4 പെയേഴ്സിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖ്യ വരാനുള്ള പ്രോബബിലിറ്റി, വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 4/12. ആകെ നമുക്ക് 12 തരത്തിലാണ് ഉണ്ടായത്, 12 പെയേഴ്സാണ് ഉണ്ടായത്. ആ 12 പെയേഴ്സിൽ 4 പെയറിൻ്റെ പ്രൊഡക്റ്റാണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ വന്നത്. ഇനി പ്രൊഡക്റ്റ് ബീയിങ് ഈവൺ എത്ര പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഈവൻ നമ്പർ വന്നത്, ഇരട്ട സംഖ്യ വന്നത്? 8 പെയേഴ്സിൻ്റെ. ദെർഫോർ ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ബീയിങ് ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കണ്ടുപിടിക്കണം. എന്തിൻ്റെ സാധ്യത? ഈ പെയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഈവൻ നമ്പർ വരാനുള്ള സാധ്യത എത്രയാണ്? 8/12. 8/12 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.